ഉപ്പയുടെ ഉപ്പ മരിച്ചുപോയി, ഉമ്മണ്ട് അൽഹംദുലില്ലാഹ്. ഉപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി? 10 കൊല്ലായി, 12 കൊല്ലായി എന്നൊക്കെ പറയും ചില ആള്. എന്താ ഈ ആണുങ്ങൾ ഇങ്ങനെ മരിച്ചു പോകാൻ? അള്ളാന്റെ കല ആണ്, നിങ്ങൾ ഖുർആൻ ഇങ്ങോട്ട് പറയണ്ട. റബ്ബിന്റെ കല ആണ്, അജലെത്തുമ്പോഴേ തീരുള്ള, മുമ്പും പോകില്ല ബേക്കലും പോകില്ല, അത് ശരിയാണ്. പക്ഷെ എന്നാലും ജീവിത സാഹചര്യം നിങ്ങൾ നോക്കൂ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, എന്തേ ആണുങ്ങൾ പെട്ടെന്ന് തുറന്നു പോകാൻ കാരണം? എന്തേ കിടന്ന കിടപ്പിൽ കണ്ണു തുറക്കാതിരിക്കാൻ കാരണം? എന്തേ വെള്ളം കുടിക്കുമ്പോൾ കുഴഞ്ഞു വീഴാൻ കാരണം? എന്തേ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകാൻ കാരണം? ഈ കുടുംബത്തിന്റെ മുഴുവൻ പ്രാരാബ്ധം ഈ കാരണോര തലയിലാണ് കേട്ടോ. വീട്ടില് മകളെ കെട്ടിക്കണോ? ഇയാള് ടെൻഷനും കൊണ്ട് പെർക്ക് വന്നാണ് മകളെ കെട്ടിക്കണോ? ഈ മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഷൻ ഉമ്മാക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഉമ്മാരോടാ പറയുന്നത്, ഭർത്താവിനോട് പറയാണ്, നിങ്ങൾ ഇങ്ങനെ നടന്നാ മതിയാ, മോളെ കെട്ടിക്കണ്ടേ? അപ്പൊ ഇയാള് പറഞ്ഞു, കെട്ടിക്കാൻ നമുക്ക് എന്തെങ്കിലും വയ്യാക്കെ. ഇപ്പൊ ഒന്നും ഇല്ലല്ലോ, കൊറോണയും ഇല്ല, ഒന്നും ഗൾഫും ഇല്ല, ഒന്നും ഇല്ല, ബേജാറല്ലേ, ആകെ ബേജാറന്നല്ലേ, ആകെ ബേജാറന്നല്ലേ. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ തിരിക്കാൻ തുടങ്ങി. മറ്റയാളെ കാണുന്നില്ലേ, അയാൾ കപ്പ വെക്കുന്നില്ലേ, ഇയാൾ കപ്പ കൊള്ളി വെക്കുന്നില്ലേ, നിങ്ങൾക്ക് എന്താ പോയിക്കൂടെ എല്ലാം പെണ്ണുങ്ങൾ ചോദിക്കാം. അങ്ങനെ ചോദിച്ച് ഇടങ്ങാറാക്കി നോക്കുമ്പോ ഇയാൾ ചോദിച്ചു, ബാക്കിയെല്ലാം നീ ആക്കി, ഇതുവരെ ഞാൻ തന്നെയല്ലേ ആക്കിയത്, പാത്തു, അതുകൊണ്ട് ഈ ഇടങ്ങാറാക്കല്ലാന്ന്. അപ്പൊക്ക് പെണ്ണുങ്ങൾ മൂക്ക് പിടിച്ച് കരയാൻ. ഇയാളെ മൂക്കല്ല, ശ്വാസം മുട്ടിക്കാനല്ല, ഈ പെണ്ണുങ്ങളെ മൂക്ക് പിടിച്ച് കണ്ണ് തുടച്ച് കരഞ്ഞ്, കരഞ്ഞ്. ഉമ്മ കരയുന്ന കേട്ടിട്ട് അപ്പുറത്തെ മക്കൾ എണീച്ചു വന്നു, അവരും കരഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഇത്ര കുടുംബത്തിലുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉമ്മമാരെ, നിങ്ങൾക്ക് കരയാ, നിങ്ങൾക്ക് ആവലാദികളെ പാണ്ടമഴിക്കാ. പക്ഷെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അയാളെ കണ്ണ് നിറഞ്ഞുകൂടാ. അയാളെ കരളെത്ര മുറിഞ്ഞാലും സങ്കടം എത്ര അണ പൊട്ടിയാലും അയാളെ കണ്ണ് നിറയാൻ പാടില്ല. ഒരു വീട്ടിലുള്ള ഉപ്പ കരഞ്ഞാ ആ വീട് തകർന്നു പോയി കേട്ടോ. ഒന്ന് കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവരാണ് നിന്റെ ഭർത്താവ്. എന്റെ മുമ്പ് കരഞ്ഞൂടാ, മക്കളെ മുമ്പ് ഇപ്പൊ കരയാൻ പറ്റുമോ? കരഞ്ഞാ തീർന്നില്ല. ഇയാളിങ്ങനെ സിംഹം നിൽക്കുന്ന പോലെ വെറുതെ നിൽക്കണ, ഉള്ളു കരയാണ്. ഭാര്യന്റെയും മക്കളെയും പീഡന അപ്പുറന്നിപ്പുറന്നും കേൾക്കാൻ കഴിയുന്നില്ല, കരഞ്ഞുകൂടാ. ഹൃദയത്തിലിട്ടിങ്ങനെ പൂട്ടുകയാണ്, അടിച്ചു പോവുകയാണ്. സുബ്ഹാന ജല്ല. എത്ര വീടുകളാണ് ഉമ്മമാരെ. നിങ്ങൾ കൽബിൽ കൈവച്ചൊന്ന് ചിന്തിച്ചോ, നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചോ. അനാവശ്യമായ ബാധ്യതകൾ ഭർത്താക്കന്മാരെ തലയിലിട്ട് കൊടുത്ത്, നിങ്ങൾ അങ്ങനെ ആക്കുന്നില്ലേ, നിങ്ങൾ അപ്പുറം നോക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തി പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞാൽ കരയാൻ പോലും കഴിയാത്ത ഹതഭാഗ്യരായി സങ്കടപ്പെട്ട മനസ്സുമായി ഉറങ്ങാതെ രാത്രി ചെലവഴിക്കുന്ന ചെറുപ്പക്കാരെത്ര. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. ആ ചെറുപ്പക്കാരന്റെ കണ്ണുന്നൊരു തുള്ളി കണ്ണുനീര് പുറത്തു വന്നാൽ ആ പതക്കുന്ന കണ്ണുനീരിൽ നിന്റെ ഈമാന് ഒലിച്ചു പോകും കേട്ടോ. നിങ്ങളെ ഈമാന് അലിഞ്ഞു പോകും കേട്ടോ. വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളെ കാര്യം കൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. നമ്മളെ ഒരു സംസാരം കൊണ്ട്, നമ്മുടെ ഒരു നോട്ടം കൊണ്ട്, നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട്, നമ്മുടെ ഒരു ഭാവപകർച്ച കൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിക്കാതെ നോക്കുന്ന പെണ്ണേതാണോ ആ പെണ്ണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം വാഗ്ദാനം ചെയ്ത പെണ്ണാണ്. സ്വർഗം വാഗ്ദാനം ചെയ്ത പെണ്ണാണ് അവള്. ഭർത്താവിന് അവളെ കൊണ്ടൊരു പ്രയാസമില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖൈറുൻ നിസാഇ ലത്തി തസുറുഹു ഇദാ നദർ. ഏറ്റവും ഖൈറായ പെണ്ണാരാണ്? ഭർത്താവിന് അവളെ മുഖത്ത് നോക്കി എന്തൊരു സമാധാനമാണ്. ഭർത്താവിന് അവളെ മുഖത്ത് നോക്കി ഒരു സമാധാനം. നിങ്ങൾ നോക്കി, ചില സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ, ഞാൻ എടുത്തൊരു ചെറുപ്പക്കാരനെ കണ്ടു, രണ്ടും പറയണമല്ലോ. ഒരാളോട് പറഞ്ഞിങ്ങനെ അയാളുടെ സങ്കടവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോ ഞാനോട്, നിങ്ങളെ കുടുംബജീവിതം എങ്ങനെയാ? എന്റെ ജീവിതത്തിൽ ആകെ ഒരു ഖൈറതേ ഉള്ളൂ, ആകെ ഒരു ഖൈർ. ഭാര്യനെ കൊണ്ടൊരു പ്രയാസമില്ല, ഓളി സങ്കടത്തിലൊക്കെ കൂടെ നിൽക്കുന്നവളാണ്. എന്തൊരു സമാധാനാണ്.
ഞാൻ പറഞ്ഞു നിങ്ങൾ പകുതിയിലേറെ നിങ്ങളെ പ്രശ്നം തീർന്നു, അയാൾക്ക് പ്രശ്നമില്ല, ബാക്കി എല്ലാ പ്രശ്നം അവിടെ തീരും. ഇത് വെറുതെ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ കേട്ടു നിങ്ങൾ. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മിൻ ആയാതി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഇണകളെ സൃഷ്ടിക്കുക. നമ്മളെ ഭാര്യമാര് പുറത്തുള്ള പെണ്ണല്ല, നമ്മളെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് എന്ന പരിശുദ്ധ ഖുർആന്റെ ഭാഷ. നിങ്ങളെ ശരീരങ്ങളിൽ നിന്ന് നിങ്ങൾ ഇണകളെ സൃഷ്ടിച്ചു. പെണ്ണുങ്ങളെ നമ്മുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭർത്താവിന്റെ ഒരു ഭാഗമാണ് നാം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണം. ഇതെന്താ പറഞ്ഞതറിയോ? ലിതസ്കുനൂ ഇലൈഹാ, സമാധാനത്തോടെ സക്കീനത്തോടെ അവളിലേക്കൊന്ന് ചേരാൻ. പെണ്ണുങ്ങളടുത്തേക്ക് പോയാൽ, വീട്ടിലേക്ക് എത്തിയാൽ, ഭാര്യന്റെ അടുക്കലെത്തിയാൽ അതൊരു സമാധാനം. ലൈംഗികതയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഭാര്യനെ കാണുമ്പോൾ ഒരു സമാധാനം, അവളുടെ അടുത്തെത്തും എന്തോ ഒരു അഭയത്തിലെത്തിയതുപോലെ. അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? അതല്ല നമ്മുടെ അടുക്കലേക്ക് വരുമ്പോ തേനീച്ചക്കൂട്ടിൽ വന്ന പോലെയാണോ? നമ്മൾ കാര്യമായി ആലോചിക്കണം. ക്ഷീണത്തോടെ വന്ന ഭർത്താവിന് ചൂടുവെള്ളം കൊടുത്ത്, ആവശ്യമുള്ള ഭക്ഷണം കൊടുത്ത്, അയാള് പ്രയാസം പറയാൻ നിൽക്കാണ്. അപ്പൊ നിങ്ങൾ പ്രയാസം പറയില്ല, കുറച്ചിക്കട്ടെ, നമ്മൾ ഏതായാലും ഉണ്ടല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ, നിങ്ങളൊന്ന് കുളിക്കൂ, ഒന്ന് ഫ്രഷാകൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ കഴിയുമോ പെണ്ണേ? അങ്ങനെ പെണ്ണായാൽ നീ, അങ്ങനെ തുരുത്തിയായാൽ നീ വിജയിക്കുന്നു, നീ സന്തോഷിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അവൻ എന്ത് കൽപ്പിച്ചാലും ആ ഖൈറായ പെണ്ണില്ലേ നോക്കിയാ സന്തോഷിക്കൂ എന്ന് പറഞ്ഞ പെണ്ണ്, പെണ്ണിന്റെ സ്വഭാവം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ കൽപ്പിച്ചാൽ അവൾ അനുസരിക്കും, അവൻ എന്തു പറഞ്ഞാലും അവൾ അനുസരിക്കും. എന്തു പറഞ്ഞാലും എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒന്നും കൂടി ഞാൻ പറയാം. നമ്മളെ ടൂറിന് വിളിച്ച് ബീച്ചിൽ കൊണ്ടാൻ വേണ്ടിട്ട് പറഞ്ഞ അനുസരിക്കണം. ആ അനുസരണല്ല കേട്ടോ, ആ അനുസരണല്ല, ഹറാം. അള്ളാന്റെ പൊരുത്തത്തിനെതിരെ പറഞ്ഞാൽ ഭർത്താവിൽ ആര് പറഞ്ഞാലും കേൾക്കണ്ട. അള്ളാഹു പൊരുത്തപ്പെടുന്നത് പറഞ്ഞു, ഹലാലായ സംഗതി ഭർത്താവ് പറഞ്ഞപ്പോ അവൾ അനുസരിക്കുന്നു. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ വലാ മാലിഹാ, അവളുടെ സമ്പത്തിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാക്ക് കാണാൻ, വലാ മാലിഹി നല്ല വലാ മാലിഹാ, അവന്റെ സ്വത്തിൽ അവൾ കൈകാര്യം ചെയ്യൂലെന്നല്ല, അവളുടെ സ്വത്തിൽ അവനെതിരെ അവന്റെ പൊരുത്തമില്ലാതെ അവള് കൈകാര്യം ചെയ്യുന്നില്ല, അവന്റെ സമ്മതമില്ലാതെ അവൾ അടിച്ചു പൊളിയാകുന്നില്ല. നിങ്ങളെ പൈസ അല്ലല്ലോ, എന്റെ ഉപ്പ എന്നല്ലേ, അങ്ങനത്തെ ചോദ്യമില്ല. ഉപ്പ എന്നാലും ഉമ്മ എന്നാലും നിന്റെ ശരീരം അവളുടെ ശരീരത്തിൽ അവൻ ഭർത്താവിനെതിരെ ചെയ്യൂല, അവളുടെ സമ്പത്തിലും ഭർത്താവിനെതിരെ ചെയ്യൂല. അങ്ങനത്തെ പെണ്ണാണ് ഖൈറായ പെണ്ണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി രാത്രിയായാലോ, ഇദാ ദഅ റജുലു ഇംറഅതഹു ഇലാ ഫിറാശി ഫഅബത് സബാഹത ഖൽബാൻ ലഅനതുഹൽ മലായികതു ഹത്താ തുസ്ബിഹ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, രാത്രിയാകുമ്പോൾ അവൻ ക്ഷീണിച്ചു വന്നതാണ്, അല്ലെങ്കിൽ ശാരീരിക ആവശ്യത്തിനു വേണ്ടി ഭാര്യയെ ക്ഷണിക്കുമ്പോ, പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കുടുംബജീവിതമല്ലേ നമ്മളെ വിഷയം. ആ ഭർത്താവ് ശാരീരിക ബന്ധത്തിനു നമ്മെ ക്ഷണിച്ചാൽ ഫാബത്ത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അവള് കൂട്ടാക്കാതെ അവള് കാനെന്തെങ്കിലും പറഞ്ഞിട്ട് മാറുമ്പോ മനസ്സ് വേദനിച്ച് ദേഷ്യം പിടിച്ചവൻ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ നേരം പുലരുന്നത് വരെ നിനക്കതാ മലക്കുകളുടെ ശാപമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്.